മുഖ്യമന്ത്രി? അല്ല, മുഖ്യമന്ത്രി ഏതായാലും കേരളത്തിന് വേണ്ടേ? അപ്പോൾ അതാരാണ് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്തോട്ടെ. അതിനെന്താ കുഴപ്പം? ചർച്ച ചെയ്യാൻ പാടില്ലേ? ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. കേരളത്തിന് മുഖ്യമന്ത്രി വേണം, അത് UDF ആയിരിക്കും നിങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ചർച്ച ചെയ്യണ്ടേ? ഈ റിസൾട്ട് വരുന്ന മുന്നേ ഈ ഒരു ചർച്ച വ്യാപകമായി നടക്കുമ്പോൾ അത് മുന്നണിക്കൊരു അങ്ങനെ വ്യാപകമായൊന്നും ചർച്ച നടക്കുന്നില്ല. നിങ്ങളുടെ ചാനലുകളിൽ നടക്കുന്നുണ്ട്, പിന്നെ വാർത്താമാധ്യമങ്ങൾ അത് കൊണ്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നിലയിൽ അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമോ അനൈക്യമോ ഇല്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ലീഗിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ? അങ്ങനെ ഇല്ല. അത് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് അവകാശപ്പെട്ട അത് അവർ തീരുമാനിക്കും. ഞങ്ങളോട് ചോദിച്ചാൽ അപ്പോൾ അഭിപ്രായം പറയണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം പറയും. ഹൈക്കമാൻഡ് ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ, ഹൈക്കമാൻഡോ ഉത്തരവാദിത്തപ്പെട്ടവരോ ലീഗിനോടോ അഭിപ്രായം ചോദിച്ചാൽ അത് കോൺഗ്രസിൻ്റേതാണ്. ഞങ്ങളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ചോദിക്കാനുള്ള സാധ്യതയില്ല. ഇൻ കേസ് നിങ്ങളുടെ ചോദ്യം അനുസരിച്ച് ചോദിച്ചാൽ അപ്പോൾ എന്താ വേണ്ടത് എന്നത് പാർട്ടി അപ്പോൾ തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാർട്ടികൾ ഇപ്പോൾ കണക്കെടുപ്പിലാണ്. മുസ്ലിം ലീഗ് വലിയ പ്രതീക്ഷയിലാണ്. 20-ലധികം സീറ്റ് നേടുമെന്നാണ് ലീഗിന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഈ കണക്ക് കൂട്ടൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് ലീഗിന്? എത്ര സീറ്റ് കിട്ടും? ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയതിനേക്കാൾ വലിയ ശുഭപ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഞങ്ങൾ ബൂത്തുകളിൽ നിന്ന് കിട്ടിയ കണക്കനുസരിച്ചും ഞങ്ങളുടെ സാധാരണ ഗ്രൗണ്ട് ലെവൽ പ്രവർത്തകന്മാരുടെ ഉറച്ച വിശ്വാസമനുസരിച്ചുമൊക്കെ ഞങ്ങൾക്ക് എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ഒരു കാലഘട്ടമായിരിക്കും ഇത് എന്നത് ഉറപ്പാണ്. കണക്കെടുപ്പിലൂടെ ഒരു 20-ലധികം സീറ്റ് ഉറപ്പാണ്. തീർച്ചയായിട്ടും 20-ലധികം ഉറപ്പല്ലേ? 20+. UDF-ന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ടോട്ടൽ UDF-ന് 100+ ആണ് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അതിശയോക്തിപരമായ കണക്കല്ല. ഇപ്പോഴത്തെ ജനങ്ങളുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് UDF-ന് അതിലേറെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മലപ്പുറം ജില്ല 16 സീറ്റുണ്ട്. ലീഗ് എപ്പോഴും പറഞ്ഞതാണ് മുഴുവൻ സീറ്റും നേടുന്നത്. ആ നിലവിൽ ആ ഒരു സാഹചര്യം ഉണ്ടോ മലപ്പുറം ജില്ല? ഇല്ല, 14 സീറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഇപ്പോൾ 2 സീറ്റല്ലേ പുറത്തുള്ളൂ. ആ 2 സീറ്റ് കൂടി ഞങ്ങൾ നേടും. തവനൂരിൽ എന്താവും സ്ഥിതി? അല്ല, ആ 2 സീറ്റും കൂടി നേടുമെന്ന് പറയുമ്പോൾ തവനൂര് ഞങ്ങൾക്ക് കിട്ടുമെന്നല്ല അർത്ഥം. ജില്ലയിൽ വലിയ 10,000-ലേറെ വോട്ടിന് ജയിക്കുന്നതാണ് ജില്ലയിൽ. അത് എണ്ണു കഴിയുന്നവരെ ആർക്കും എന്തും പറയാലോ. അവിടെ എന്തായാലും ജയിക്കും. UDF അവിടെ ഭൂരിപക്ഷം കിട്ടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. മറ്റൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസിൽ ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകൾ നടക്കുന്നൊരു സാഹചര്യം, അത് UDF-ന് ഗുണകരമാണോ? ഈ ഒരു റിസൾട്ട് വരുന്നതിന് മുമ്പ് ഈ മുഖ്യമന്ത്രി? അല്ല, മുഖ്യമന്ത്രി ഏതായാലും കേരളത്തിന് വേണ്ടേ? അപ്പോൾ അതാരാണ് എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ചർച്ച ചെയ്തോട്ടെ. അതിനെന്താ കുഴപ്പം? ചർച്ച ചെയ്യാൻ പാടില്ലേ? ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കുന്ന പാർട്ടിയല്ലല്ലോ കോൺഗ്രസ്. കേരളത്തിന് മുഖ്യമന്ത്രി വേണം, അത് UDF ആയിരിക്കും നിങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കോൺഗ്രസ് ചർച്ച ചെയ്ത് തീരുമാനം എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. ചർച്ച ചെയ്യണ്ടേ? ഈ റിസൾട്ട് വരുന്ന മുന്നേ ഈ ഒരു ചർച്ച വ്യാപകമായി നടക്കുമ്പോൾ അത് മുന്നണിക്കൊരു അങ്ങനെ വ്യാപകമായൊന്നും ചർച്ച നടക്കുന്നില്ല. നിങ്ങളുടെ ചാനലുകളിൽ നടക്കുന്നുണ്ട്, പിന്നെ വാർത്താമാധ്യമങ്ങൾ അത് കൊണ്ട് നടക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ നിലയിൽ അത് സംബന്ധിച്ച് യാതൊരു അഭിപ്രായ വ്യത്യാസമോ അനൈക്യമോ ഇല്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. ഈ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് ലീഗിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമോ? അങ്ങനെ ഇല്ല. അത് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസിന് അവകാശപ്പെട്ട അത് അവർ തീരുമാനിക്കും. ഞങ്ങളോട് ചോദിച്ചാൽ അപ്പോൾ അഭിപ്രായം പറയണമെങ്കിൽ പാർട്ടി ആലോചിച്ചിട്ട് അഭിപ്രായം പറയും. ഹൈക്കമാൻഡ് ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ, ഹൈക്കമാൻഡോ ഉത്തരവാദിത്തപ്പെട്ടവരോ ലീഗിനോടോ അഭിപ്രായം ചോദിച്ചാൽ അത് കോൺഗ്രസിൻ്റേതാണ്. ഞങ്ങളതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, ചോദിക്കാനുള്ള സാധ്യതയില്ല. ഇൻ കേസ് നിങ്ങളുടെ ചോദ്യം അനുസരിച്ച് ചോദിച്ചാൽ അപ്പോൾ എന്താ വേണ്ടത് എന്നത് പാർട്ടി അപ്പോൾ തീരുമാനിക്കും.